ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, സ്റ്റേറ്റ് അതോറിറ്റി, അതേപോലെ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ കമ്മിറ്റി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിക്ട് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരായിരുന്നു ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രസിഡന്റ്? ഞാൻ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് പറയുന്നു. കറക്റ്റ് ആണോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നു. ശരിയാണോ അല്ലേ? ശരിയല്ല എന്ന് പറയുന്നുണ്ട് ഹൃദയ. എന്നാൽ എന്താണ് ശരി? ആരാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്? ആരാണ്? ഓക്കെ, കോ ചെയർമാൻ. ഓക്കെ ഓക്കെ, കറക്റ്റ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതിന്റെ രണ്ടാം ഭാഗം നോക്കാം. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 8 നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുന്നത് അല്ലെ, സിലബസിൽ. അവിടെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗം ഈ അവസാനം പറയുന്ന ഭാഗങ്ങളൊക്കെ ആയിരുന്നു അല്ലെ? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, പിന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, പിന്നെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫസ്റ്റ് തന്നെ പറയുന്ന ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് ഒരു ഡിസാസ്റ്റർ അഥവാ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? PSCക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ഒരു ഡിസാസ്റ്റർ അല്ലെ ദുരന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൊത്തം സമൂഹത്തെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം. ഒരു പക്ഷെ ആൾനാശം, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും നഷ്ടം, അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള നഷ്ടങ്ങൾ, എന്തെങ്കിലും പിന്നെ വസ്തുക്കൾ, പ്രത്യേകിച്ച് ജീവനോപാധികൾ അടക്കമുള്ള വസ്തുക്കൾ, ഇതൊക്കെ തകരുന്ന ഒരു സാഹചര്യം. നമ്മുടെ റിസോഴ്സസ് ഉണ്ടായിട്ട് പോലും ആ റിസോഴ്സസ് കൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റാത്ത വിധമുള്ള മനുഷ്യരാശിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സാഹചര്യത്തെ, ഒരു സീരിയസ് ആയിട്ടുള്ള അപകടകരമായ ഒരു സാഹചര്യത്തെ നമുക്ക് ഡിസാസ്റ്റർ എന്ന് പറയാം. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ അതാണ്. ഡിസാസ്റ്റർ ഈസ് എ സീരിയസ് ഡിസ്ട്രപ്ഷൻ ടു എ കമ്മ്യൂണിറ്റീസ് ഫംഗ്ഷനിങ് കോസിംഗ് വൈഡ് സ്പ്രെഡ് ഹ്യൂമൻ, മെറ്റീരിയൽ, എക്കണോമിക് ഓർ എൻവയോൺമെന്റൽ ലോസസ് ദാറ്റ് ഓവർവെൽം ദ കമ്മ്യൂണിറ്റീസ് കപ്പാസിറ്റി ടു കോപ്പ് യൂസിങ് ഇറ്റ്സ് ഓൺ റിസോഴ്സസ്. പറഞ്ഞിട്ടുള്ള കാര്യം അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ. അതായത് ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കണം. ചെറിയ പ്രശ്നമല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കണം. അതിൽ ആൾനാശം ഉണ്ടാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾക്ക് കേടുപാടുകളോ നഷ്ടങ്ങളോ സംഭവിക്കാം, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാം, അതേപോലെ മറ്റു പിന്നെ പാരിസ്ഥിതികമായിട്ടുള്ള നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് അതിന്റെ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. ഇനി ഡിസാസ്റ്റേഴ്സ് കാൻ സ്റ്റെം ഫ്രം നാച്ചുറൽ ഇവന്റ്സ് ലൈക്ക് എർത്ത് ഫ്ലഡ് ഓർ ഫ്രം ഹ്യൂമൻ മെയ്ഡ് കോസസ് സച്ച് ആസ് ആക്സിഡൻസ് ഓർ ഡെലിബറേറ്റ് ആക്ട്സ്. അതായത് എന്താ പറയാ, ഈ ദുരന്തങ്ങൾ രണ്ട് തരത്തിലുണ്ടാകും. അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഒന്ന് പിന്നെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളുണ്ട്, അതോടൊപ്പം മനുഷ്യന്റെ കൈക്കടത്തലുകൾ മൂലം അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ മൂലം പ്രകൃതിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങളെയൊക്കെ ആണ് ആന്ത്രോപോജനിക് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ നമ്മൾ പറയാം ഹ്യൂമൻ മെയ്ഡ് കോസസ്. ആ ഒരു ദുരന്തം ഉണ്ടാവാനുള്ള കാരണം മനുഷ്യന്റെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും, ഇടപെടലുകളായിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ. ആക്സിഡന്റ് മാത്രമല്ല,
പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് പോലും മനുഷ്യന്റെ ഇടപെടലുകൾ കാരണമാകുന്നുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുകയാണ് എങ്കിൽ ടാൻഡം PSC ഒരുക്കുന്ന സ്പെഷ്യൽ മെയിൻസ് ബാച്ച് നിങ്ങളെ ഉയർന്ന റാങ്ക് നേടാൻ സഹായിക്കും. PSCയുടെ പുതിയ ചോദ്യ രീതികൾക്കനുസൃതമായി സ്റ്റഡി പാറ്റേൺ, LSCS പരീക്ഷയ്ക്ക് മുഴുവൻ ഉദ്യോഗാർത്ഥികളും പകച്ചു നിന്ന സ്പെഷ്യൽ ടോപ്പിക് പേപ്പറിനെ ലളിതമായി നേരിടാൻ ഉദ്യോഗാർത്ഥികളെ സഹായിച്ച സ്റ്റഡി മെറ്റീരിയലുകൾ, സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് 12 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഡൊമൈൻ എക്സ്പേർട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനാൽ ഏത് ആഴത്തിലുള്ള ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഠന രീതികൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയിൽ ഉയർന്ന റാങ്കിലെത്താൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഓരോ മൊഡ്യൂൾ പൂർത്തിയാകുമ്പോഴും MCQ സീരീസിലൂടെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അടക്കമുള്ള ചോദ്യങ്ങളെ നേരിടാനുള്ള പ്രത്യേക പരിശീലനം ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നു. എഫക്റ്റീവായി ടൈം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓറിയന്റേഷൻ ക്ലാസുകൾ, സ്പെഷ്യൽ ടോപ്പിക്, ജനറൽ നോളജ്, ജനറൽ സയൻസ് എന്നീ ടോപ്പിക് ഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠന രീതിയിലൂടെ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ ലളിതമാക്കാൻ ടാൻഡം PSC നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ ടാൻഡം PSCയോടൊപ്പം ജോയിൻ ചെയ്യൂ. ഒരു സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കും. ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം നമ്മൾ പറയുന്നത്. ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്റർ, മറ്റൊന്ന് മാൻമെയ്ഡ് ഡിസാസ്റ്റർ. ഇത് തന്നെയാണ് നമ്മുടെ സിലബസിൽ നമ്മൾ കണ്ട ഭാഗം അല്ലെ. ഈ മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്ത്രോപജനിക് എന്ന് പറയും. ആ ഒരു ഡിസാസ്റ്ററുകൾ ഉണ്ടാകും, അതോടൊപ്പം നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഡിസാസ്റ്ററുകളും ഉണ്ടാകും. അപ്പൊ എന്താണ് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ? മേജർ ഇവന്റ് ബ്രോട്ട് അബൌട്ട് ബൈ ദ നാച്ചുറൽ പ്രോസസ് ഓഫ് ദ എർത്ത് ദാറ്റ് കോസസ് വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ് ആൻഡ് ലോസ് ഓഫ് ലൈഫ്. അതൊന്നുമില്ല, നമുക്ക് അറിയുന്നത് പോലെ തന്നെ പ്രകൃതിയാ തന്നെ സംഭവിക്കുന്ന ചില അപകടങ്ങൾ. ഇപ്പൊ ഭൂമികുലുക്കം പോലെ, അതായത് എർത്ത് കേക്ക് എന്ന് പറയും അല്ലെ, ഭൂമികുലുക്കം പോലെ, അല്ലെങ്കിൽ വരൾച്ച പോലെ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പിന്നെ വർഷപാതമൊക്കെ ദുരന്തമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. ചില ദുരന്തങ്ങൾ സംസ്ഥാന ദുരന്തങ്ങളായിട്ടും ചിലതിനെ ദേശീയ ദുരന്തമായിട്ടൊക്കെ പ്രഖ്യാപിക്കാറുണ്ട് അല്ലെ. ആ രീതിയിലുള്ള ഒരു സംഗതിയാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയാ, പരിസ്ഥിതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന, മനുഷ്യനുണ്ടാക്കുന്നതല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ചില ദുരന്തങ്ങളെയാണ് നമ്മൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയും. സം നാച്ചുറൽ ഹസാർഡ്സ് ക്യാൻ ആൾസോ ബി പ്രൊവോക്ഡ് ഓർ അഫക്റ്റഡ് ബൈ ആന്ത്രോപജനിക് ഫാക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള കാര്യമാണ്. അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞാൽ കൂടി ചില നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് മനുഷ്യന്റെ ഇടപെടലുകൾ കാരണമാകാറുണ്ട്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ അടക്കമുള്ള ദുരന്തങ്ങൾക്ക് ചിലപ്പോൾ മനുഷ്യന്റെ ഇടപെടലുകൾ കാരണമാകാറുണ്ട്. എങ്ങനെയാണ് അത് കാരണമാകുന്നതെന്നൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ വിശദീകരിക്കാം. അപ്പൊ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും ആ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് പോലും ചിലപ്പോൾ ഒരു കാരണം എന്താവാറുണ്ട്, മനുഷ്യന്റെ ഇടപെടലുകൾ ആവാറുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്ന ഒരു പോയിന്റ്. ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഓർത്തു വെക്കുക. മനുഷ്യന്റെ ഇടപെടൽ മൂലവും ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് തോന്നും, പരീക്ഷ ഹാളിൽ വെച്ചിട്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ല, അതെങ്ങനെ മനുഷ്യന്റെ കൈകടത്തിൽ മൂലം ഉണ്ടാകുന്നു വെച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റ് വെട്ടിക്കളയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർത്തു വെക്കുക, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ചിലപ്പോൾ മനുഷ്യന്റെ ഇടപെടൽ മൂലവും ഉണ്ടാവാം. A natural tragic event occurring due to environmental imbalance or unnatural movement inside the earth that causes loss to life and property is called a natural disaster. അപ്പൊ നാച്ചുറൽ ഡിസാസ്റ്റർ ഒന്നുകൂടി ഡിഫൈൻ ചെയ്തിട്ട് പറയാണ്. അതായത് നാച്ചുറൽ ട്രാജിക് ഇവന്റ് ഒക്കറിംഗ് ഡ്യൂ ടു ദ എൻവയോൺമെന്റൽ ഇംബാലൻസ് ഓർ അൺനാച്ചുറൽ മൂവ്മെന്റ് ഇൻസൈഡ് ദ എർത്ത്. ഭൂമിക്കുള്ളിൽ നടക്കുന്ന ചില ചലനങ്ങളൊക്കെ നമ്മൾ കുറെ ജോഗ്രഫിയുടെ ഭാഗത്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഭൂമിക്കുള്ളിൽ കുറെ ഇപ്പൊ പിന്നെ ലാവ പുറത്തേക്ക് വരൽ അടക്കമുള്ള, അല്ലെങ്കിൽ ഒരുപാട് സിസ്മിക് വേവ്സ്, അങ്ങനെ ഒരുപാട് സംഗതികൾ ഭൂമിക്കടിയിൽ നടക്കുന്നുണ്ട്. ഈ ഭൂമിക്കടിയിൽ നടക്കുന്ന ചില മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇവന്റുകളെയൊക്കെ നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയാം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എർത്ത് കേക്ക് ഉണ്ട്, ഡ്രോട്ട് ഉണ്ട്, ലൈറ്റനിങ് ഉണ്ട്, ഫോറസ്റ്റ് ഫയർ ഉണ്ട്. ഇതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അതായത് ഭൂകമ്പം ഏത് തരം ദുരന്തമാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതല്ലെങ്കിൽ വരൾച്ച ഏത് തരമാണ്, അതല്ലെങ്കിൽ ഇടിമിന്നൽ, അതേപോലെ ഫോറസ്റ്റ് ഫയർ. ഇതൊക്കെ ഇപ്പൊ ഫോറസ്റ്റ് ഫയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് മനുഷ്യനിർമ്മിതം എന്നൊക്കെ പറയാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അല്ലെ. തീ ഉണ്ടാകുന്നത് മനുഷ്യനെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടല്ലേ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന്. അപ്പം അതും ഫോറസ്റ്റ് ഫയറും എന്ത് തന്നെയാണ്, നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക.
അപ്പൊ ഭൂകമ്പമുണ്ട്, വരൾച്ചയുണ്ട്, അതേപോലെ ഈ പറയുന്ന ഇടിമിന്നലുണ്ട്, ഫോറസ്റ്റ് ഫയർ ഉണ്ട്, വൈൽഡ് ഫയർ അല്ലെങ്കിൽ വൈൽഡ് ഫോറസ്റ്റ് ഫയർ എന്നൊക്കെ പറയാം. ഇതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ടത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഭൂകമ്പമാണ്, അല്ലെ, എർത്ത് കേക്സ് എന്ന് പറയും. ഭൂകമ്പമാണ്, കേക്കല്ല കേട്ടോ, അത് മാറിപ്പോണ്ട, എർത്ത് കേക്സ് ആണ്. ദ ഗ്രൗണ്ട് കോസ്ഡ് ബൈ ദ കൊളീഷൻ ബിറ്റ്വീൻ ദ ടെക്ടോണിക് പ്ലേറ്റ്സ് പ്രസന്റ് ബിലോ ദ എർത്ത് സർഫസ് ഈസ് കാൾഡ് ആൻ എർത്ത് കേക്ക്. അപ്പൊ എങ്ങനെയാണ് ഭൂകമ്പം സംഭവിക്കുന്നത്? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. നമ്മൾ അത്ര ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ പോകണ്ട. ഇവിടെ എന്താണ് ഈ ഭൂകമ്പം ഉണ്ടാവാനുള്ള കാരണം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ബിറ്റ്വീൻ ദ ടെക്ടോണിക് പ്ലേറ്റ്സിൽ, ടെക്ടോണിക് പ്ലേറ്റ്സുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഭൂകമ്പം എന്ന് പറയുന്നത്. ഭൂമിയുടെ സർഫസിന് താഴെയായിട്ട് ഈ ടെക്ടോണിക് പ്ലേറ്റ്സുകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, ഒരു പ്രതിഭാസമാണ് എർത്ത് കേക്സ് എന്ന് പറയുന്നത്. എർത്ത് കേക്സ് ഓഫൺ കം വിത്തൗട്ട് എനി വാർണിംഗ്, വിച്ച് ഈസ് വൈ ദർ ഇസ് എ ഇമ്മൻസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അതായത് ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഒരിക്കലും മിക്കവാറും എന്ത് ചെയ്യൂല, ഒരു മുന്നറിയിപ്പുകളൊന്നും ഉണ്ടാവില്ല. ചില മൃഗങ്ങൾക്കൊക്കെ മുന്നറിയിപ്പുകളൊക്കെ ലഭിക്കും, അവർ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചിലപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ മുന്നറിയിപ്പ് തരാറുണ്ട്. എന്നാലും കൂടുതൽ കേസിലും ഒരു ഭൂകമ്പം സംഭവിക്കുമ്പോൾ മുൻകൂട്ടി ഒരു മുന്നറിയിപ്പും ഒരു സിഗ്നലും നമുക്ക് തരാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൂടുതൽ ജീവനുകളും വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാൻ കാരണം ഒരു തയ്യാറെടുപ്പ് നടത്താനുള്ള ഒരു സമയമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. അപ്പം ഈ ഭൂകമ്പം നടക്കുമ്പോൾ കൂടുതൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഒരു മുന്നറിയിപ്പൊന്നും തരില്ല, നമുക്കൊരു മുൻകരുതലുകൾ എടുക്കാനൊന്നുമുള്ള ഒരു സാവകാശം ലഭിക്കാത്തതാണ് ഈ ഒരു എർത്ത് കേക്ക് ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്, കൂടുതൽ ആൾനാശവും അതോടൊപ്പം പ്രോപ്പർട്ടി, അതായത് സ്വത്തിന് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾക്കുമൊക്കെ കാരണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് NCERT-യിൽ കൊടുത്തിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് കേട്ടോ. ചില പോയിന്റുകൾ അവിടെ പറയുന്നുണ്ട്. ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യം, അല്ലെങ്കിൽ മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു ഭൂകമ്പം വരുമെന്നുള്ള തടയുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഒരു ഭൂകമ്പത്തിലാണ് നമ്മൾ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ചെറിയ രീതിയിലൊരു ഭൂകമ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് കാര്യങ്ങൾ ചെയ്യണം, അതോടൊപ്പം അതിന് ശേഷം എന്ത് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ മൂന്നായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബിഫോർ എൻ എർത്ത് കേക്ക്, എന്താണ് ഈ ഒരു ഭൂകമ്പത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഫസ്റ്റത്തെ കോളത്തിൽ പറയുന്നത്. ഗെറ്റ് ദ വാൾസ് ആൻഡ് റൂഫ് റിപ്പയർഡ്. അതായത് ഈ വീടുകളുടെ ചുമരുകളും ഒക്കെ എന്ത് ചെയ്യുക, അതേപോലെ സീലിംഗ് ഒക്കെ നല്ല വെൽ കണ്ടീഷൻഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ചെറിയൊരു കുലുക്കം സംഭവിക്കുമ്പോഴേക്കും ഇത് തകർന്ന് വീട് കഴിഞ്ഞാൽ അപകടത്തിന്റെ വ്യാപ്തി കൂടുതൽ, പ്രത്യേകിച്ച് നമ്മൾ അതിനുള്ളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെറിയൊരു ഭൂകുലുക്കം ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടങ്ങളാണെങ്കിൽ എന്താണെങ്കിലും പെട്ടെന്ന് തകർന്ന് വീഴുമ്പോൾ അതിനിടയിൽ ഒരുപാട് ആളുകൾ കുടുങ്ങിയിട്ട് ആൾനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂകമ്പ സാധ്യത പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഈ വീടിന്റെ വാള് അതേപോലെ റൂഫൊക്കെ റിപ്പയർഡ് ആയിരിക്കണം, റിപ്പയർ ചെയ്തുകൊണ്ട് പിന്നെ റെഡിയാക്കി നിൽക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ കീപ് ദ ഹെവി ഐറ്റംസ് ഓൺ ദ ലോവർ ഷെൽഫ്സ് ഇൻ ദ ഹൗസ്. നമ്മുടെ വീട്ടിൽ ഭാരമുള്ള സാധനങ്ങളൊക്കെ താഴ്ഭാഗങ്ങളിൽ സൂക്ഷിക്കും. ഒരു ഷെൽഫിലാണെങ്കിൽ തന്നെ അതിന്റെ ഏറ്റവും അടിയിലെ അറയിൽ എന്ത് ചെയ്യാം, വെയിറ്റുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക. അതായത് ഇത് കുലുങ്ങുന്ന സമയത്ത് മുകളിൽ താഴോട്ട് വീണിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വീണിട്ട് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് താഴെയുള്ള ഷെൽവുകളിൽ ഭാരമുള്ള സംഗതികളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരു മുൻകരുതലായിട്ട്. മറ്റൊന്ന് കീപ്പ് ആൻ എമർജൻസി കിറ്റ് റെഡി. എപ്പോഴും ഒരു എമർജൻസി കിറ്റ് റെഡിയാക്കി വെക്കുക. നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണ്ട. അപ്പൊ നമ്മൾ ഈ വയനാട്ടിലൊക്കെ അപകടമൊക്കെ നടന്ന സമയത്ത്, ഉരുൾപൊട്ടലൊക്കെ നടന്ന സമയത്ത് പലരും ഇതായി പോയിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. കാരണം അവർക്ക് എവിടെയൊക്കെ ഓടണം എന്ന് അറിയില്ല. ഓടിക്കഴിഞ്ഞാൽ തന്നെ അവർ എത്തിപ്പെടുന്ന സ്ഥലത്ത് ഒരു വെള്ളം എത്തിച്ചു കൊടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല. കാരണം അവിടേക്ക് സുരക്ഷാ സേനയ്ക്ക് പോലും അങ്ങോട്ട് എത്തിപ്പെടാൻ തന്നെ പ്രയാസമാകുന്ന ചില സ്ഥലത്തൊക്കെ പലരും കുടുങ്ങിപ്പോകുക. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞ് അന്താളിച്ച് നിൽക്കണം. അങ്ങനെ പല മരണങ്ങളും സംഭവിക്കാറുണ്ട്. ഭക്ഷണമില്ല, വെള്ളമില്ല, അങ്ങനെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അവിടെ കുടുങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി, രക്ഷപ്പെടുമ്പോൾ 1-2 ദിവസമൊക്കെ നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നമ്മൾ റിക്കവർ ആവാൻ വേണ്ടിയുള്ള അത്യാവശ്യ സാധനങ്ങൾ അടങ്ങിയ ഒരു
കിറ്റ് തയ്യാറാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട്. ആ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നൊക്കെ പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പറയുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതിൽ പറയുന്ന ആ ഒരു കാര്യം അതാണ്, മേക്ക് എൻ എമർജൻസി പ്ലാൻ വിത്ത് യുവർ കീപ്പ് എൻ എമർജൻസി കിറ്റ് റെഡി. ഒരു എമർജൻസി കിറ്റ് റെഡിയാക്കി വെക്കുക. അതേപോലെ മേക്ക് എൻ എമർജൻസി പ്ലാൻ വിത്ത് യുവർ ഫാമിലി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാന് കൂടി ഫാമിലിയോട് കൂടി ഡിസ്കസ് ചെയ്ത്, നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനിക്കല്ല, എല്ലാവരും ഡിസ്കസ് ചെയ്യുക. കാരണം ഒരു പക്ഷേ നമുക്ക് ആ സമയത്ത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല, നമ്മൾ നമ്മുടെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മുൻകൂട്ടി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി വെക്കണം. ഇങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കണം. പിന്നെ ലേൺ ദ ടെക്നിക് ഓഫ് ബെൻഡ് കവർ ഹോൾഡ്. ഈ ബെൻഡ് കവർ ഹോൾഡ് എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വാക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക, ബെൻഡ് കവർ ഹോൾഡ്. ഇതൊരു ടെക്നിക്കാണ്. എന്താണ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം ശ്വാസം വിടാതെ നിൽക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ ബെൻഡ് കവർ ഹോൾഡ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോ ശ്വാസം നല്ല ശക്തിയിൽ ഉള്ളിലേക്ക് വലിക്കുക, എന്നിട്ട് കുറച്ചു നേരം ഉള്ളിൽ തന്നെ പിടിച്ചു വെക്കുക, പുറത്തേക്ക് വിടാതെ, എന്നിട്ട് പിന്നെ പുറത്തേക്ക് വിടുക. പിന്നെ കുറച്ച് സമയം എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് ശ്വാസം എടുക്കാതെ കുറെ നേരം നിൽക്കുക, വീണ്ടും ശ്വാസം ഇതേപോലെ എടുക്കുക, കുറച്ചു നേരം ഉള്ളിൽ പിടിച്ചു വെക്കുക, പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 4-5 തവണ അല്ലെങ്കിൽ ഒരുപാട് തവണ അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ലെൻസ് ഒരു വികസിക്കും. പിന്നെ നമുക്ക് ഒറ്റ ശ്വാസത്തിൽ കുറെ നേരം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരമൊക്കെ മാറും. അതിനു വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ഈ ബെൻഡ് കവർ ഹോൾഡ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു എർത്ത് സംഭവിക്കുകയാണെങ്കിൽ, ഒരു ഭൂകമ്പം സംഭവിക്കുകയാണെങ്കിൽ, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേബിളിന്റെ താഴെ എവിടെയെങ്കിലും പോയിട്ട് കമഴ്ന്ന് കിടക്കുക. പിരടിയിലും തലയുടെ പിറകുവശത്തും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കൈ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും കമഴ്ന്ന് കിടക്കുക. അപ്പൊ ഈ ഒരു ടെക്നിക്ക് അപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ നേരം ശ്വാസം എടുക്കാതെ അങ്ങനെ അനങ്ങാതെ കിടക്കാം. ഈ ഭൂകമ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകളോളം ഒന്നും ഉണ്ടാകില്ല, സെക്കൻഡുകളായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക. അത്രയും സമയം നമുക്ക് സേഫ് ആയിട്ട് ശ്വാസം എടുക്കാതെ നിൽക്കാൻ കഴിയുകയാണെങ്കിൽ അതിൽ ഒരുപാട് നമുക്ക് പിന്നെ ഇതിൽ നിന്ന് കുറെ രക്ഷ നേടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ടെക്നിക്കിന്റെ പേരൊന്ന് പഠിച്ചു വെക്കുക, ബെൻഡ് കവർ ഹോൾഡ് എന്നാണ് ആ ഒരു ടെക്നിക്കിന്റെ പേര്. ഇത് NCERT ഫാക്ട് ആണ്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ പറഞ്ഞതൊക്കെ ബിഫോർ എർത്ത് ക്വേക്ക് ആണ്. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇനി ഒരു എർത്ത് ക്വേക്ക് ആരംഭിച്ചു, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. ഡു നോട്ട് പാനിക്, സ്റ്റേ കാം. ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് പരക്കം പാച്ചിൽ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, കാമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ബെൻഡ് ഡൗൺ ആൻഡ് ഗെറ്റ് അണ്ടർ എ ടേബിൾ, കവർ യുവർ ഹെഡ് വിത്ത് വൺ ഹാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഒരു ടേബിളിന്റെയോ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ താഴെ പോയി കിടക്കും. അപ്പൊ ഈ എർത്ത് ക്വേക്ക് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ സീലിംഗ് ഒക്കെ അടർന്ന് വീഴാനോ സീലിംഗ് തന്നെ പൊളിഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു ടേബിളിന്റെ കട്ടിലിന്റെ അടിയിലാണ് പോയി നിൽക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വലിയൊരു പിന്നെ തകർച്ചയല്ല, ചെറിയ തകർച്ചയൊക്കെ സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് കല്ലുകളും പിന്നെ കോൺക്രീറ്റ് പീസുകളൊന്നും ഒന്നും വീഴാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ രീതിയിൽ ഒരു ടേബിളിന്റെ താഴെ പോയി കിടക്കുക, നമ്മുടെ പിരടിയിൽ അതേപോലെ തലയിൽ ഒരു കൈ കൊണ്ട് മറച്ചു വെക്കുക. ഇനി എന്തെങ്കിലും വീഴാണെങ്കിൽ പെട്ടെന്ന് ഈ തലയുടെ പുറകുവശത്തേക്ക് അടിക്കാത്ത രീതിയിൽ നമ്മുടെ കൈ കൊണ്ട് തടയാൻ പറ്റുന്ന രീതിയിൽ കൈ ഇവിടെ വെക്കുക. നമുക്കറിയാം മെഡുല്ല ഒബ്ലിഗേറ്റ ഉള്ള ഭാഗമാണെന്ന് അല്ലേ, അവിടെയൊക്കെ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. മെഡുല്ല ഒബ്ലിഗേറ്റ ഏൽക്കുന്ന ഏതൊരു ക്ഷതവും പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകും. എന്താണ് കാര്യം ഒരിക്കലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് മെഡുല്ല ഒബ്ലിഗേറ്റ ഏൽക്കുന്ന ഒരു ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നത്? എന്താണ്, പറയൂ. വരട്ടെ, ആൻസർ പറ്റേ. ടൈപ്പ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഇറ്റ് കൺട്രോൾസ് ഹാർട്ട് ബീറ്റ്. ഓക്കെ, ഓക്കെ, ഇറ്റ് കൺട്രോൾസ്, വെരി ഗുഡ്. ഹാർട്ട് ബീറ്റ് മാത്രമല്ല, ജീവൽ പ്രധാനമായിട്ടുള്ള അനൈച്ഛികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ മെഡുല്ല ഒബ്ലിഗേറ്റയാണ്. അനൈച്ഛികമായിട്ടുള്ള, അതായത് ശ്വസനം,
ഹാർട്ട് ബീറ്റ് പോലെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇച്ഛയോട് കൂടി അല്ലാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഹാർട്ട് ബീറ്റ്, ശ്വസനമൊക്കെ. നമ്മളിപ്പോ ഹാർട്ട് ഇപ്പൊ കുറച്ചു നേരം ബീറ്റ് ചെയ്യണ്ടെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല അല്ലെ? എന്തുകൊണ്ടാണ്? അത് അനൈച്ഛികമായിട്ട് നടക്കുന്നതാണ്. അങ്ങനെ അനൈച്ഛികമായിട്ട് നടക്കുന്ന ജീവൽ പ്രധാനമായിട്ടുള്ള ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന മെഡുല്ല ഒബ്ലിഗേറ്റ ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊരു ക്ഷതമേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പിരടിയിൽ ഇവിടെ തലയുടെ പിറകുവശത്ത് കൈവെക്കണം എന്ന് പറയുന്നത്. ഒരു കോൺക്രീറ്റ് ഒരു പീസൊക്കെ അടർന്നു വീഴുകയാണെങ്കിൽ അത് ഇവിടേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. കൈകൊണ്ട് തടയുമ്പോൾ കൈക്ക് ചില പരിക്കൊക്കെ പറ്റിയെന്ന് വരും, എങ്കിൽ നമ്മുടെ ജീവനെ അത് ബാധിക്കൂല. ആ രീതിയിലാണ്, അതിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഹോൾഡ് ഓൺ ദ ടേബിൾ അണ്ടിൽ ദ ട്രിമോർസ് ഓഫ് ദ എർത്ത് കേക്ക് സബ്സൈഡ്. അതായത് നമ്മൾ കട്ടിലിന്റെ ടേബിളിന്റെ ഉമ്മൽ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കഴിയുന്നത് വരെ മാക്സിമം അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മൂവ് ഔട്ട് ഓഫ് ദ ഹൗസ് ആസ് സൂൺ ആസ് ദ ടെർമൈസ് സബ്സൈഡ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, വീടിന്റെ പിന്നെ പുറത്തേക്ക് പോകുക. യൂസ് സ്റ്റെയേഴ്സ് ഓൺലി ഇൻസ്റ്റെഡ് ഓഫ് എ ലിഫ്റ്റ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, അത്തരം ഒരു കണ്ടീഷനിൽ നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ലിഫ്റ്റ് യൂസ് ചെയ്യരുത്. നമ്മൾ സ്റ്റെയർ ഇറങ്ങി തന്നെ പോകണം. എന്തുകൊണ്ടാണ്? ലിഫ്റ്റ് എപ്പോഴും ഫെയിൽ ആകാം. ഒരു എർത്ത് സംഭവിച്ചതാണ്. ലിഫ്റ്റ് ഫെയിൽ ആയി അതിനുള്ളിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പിന്നെ സ്റ്റെപ്പ് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ ലിഫ്റ്റിനെ ആശ്രയിക്കരുത്. പിന്നെ സ്റ്റേ അവേ ഫ്രം ബിൽഡിങ്സ്, ട്രീസ്, വാൾസ് ആൻഡ് പോൾസ് വൺസ് ഔട്ട്സൈഡ്. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ബിൽഡിങ്ങിന്റെ സമീപത്ത് നിൽക്കരുത്, മരത്തിന്റെ സമീപത്ത് നിൽക്കരുത്, ചുമര് ഉണ്ടെങ്കിൽ അതിന്റെ സമീപത്ത് നിൽക്കരുത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എപ്പോഴും ഏത് നിമിഷവും തകർന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വീഴാൻ സാധ്യത ഉണ്ട് അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇഫ് യു ആർ ഇൻ എ കാർ, സ്റ്റോപ്പ് ദ കാർ ആൻഡ് സ്റ്റേ ഇൻസൈഡ് അൺടിൽ ദ ടെർമോസ് സബ്സൈഡ്, അവോയ്ഡ് ഗോയിങ് ഓൺ ബ്രിഡ്ജ് എക്സെട്ര. നമ്മളിപ്പോ ഒരു വാഹനത്തിലാണ്, കാറിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഭൂമിയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, കാറ് സൈഡാക്കുക. എന്നിട്ട് കാറിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുക. അൺടിൽ ദ ടെർമോസ് ഇത് പിന്നെ ഇതൊരു അടങ്ങുന്നത് വരെ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങുന്നത് വരെ കാറിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ ആ പാലൊന്നും മുറിച്ച് കടക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കാറ് പെട്ടെന്ന് വീട്ടിലെത്താന്നുള്ള നിലക്ക് പാലം പോലെയുള്ള ബ്രിഡ്ജ് പോലെയുള്ളത് കടന്നു പോവാൻ ശ്രമിക്കരുത്. നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടേക്ക് മരങ്ങളൊന്നും ഇല്ലാത്ത, ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം സേഫായിട്ട് നമുക്ക് സൈഡാക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ വണ്ടി സൈഡാക്കുക, അവിടെ നിൽക്കുക. ഇതൊന്ന് അടങ്ങുന്നത് വരെ അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതും കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ പറയുന്നത് ഡു നോട്ട് ഗോ ഇൻസൈഡ് ബിൽഡിംഗ് ഡാമേജ്ഡ് ഓർ ഡിസ്ട്രോയിഡ് ബൈ എർത്ത് കേക്ക്. അങ്ങനെ ഭൂകമ്പം മൂലം തകർന്നു വീണിട്ടുള്ള ഒരു വീടാണെങ്കിൽ എന്ത് ചെയ്യരുത്, അതിന്റെ ഉള്ളിലേക്ക് പോകരുത്. ഡു നോട്ട് ഗോ ഇൻസൈഡ് ബിൽഡിംഗ് ഡാമേജ്ഡ് ഓർ ഡിസ്ട്രോയിഡ് ബൈ എർത്ത് കേക്ക്. അപ്പൊ ഒരു രക്ഷാപ്രവർത്തകരോട് പറയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞത്. അവരൊരു പക്ഷെ അവിടേക്ക് പോകേണ്ടി വരും, അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. പക്ഷെ നമ്മളൊരു സാധാരണക്കാരൻ, ഒരാള് കൃത്യമായിട്ട് പരിശീലനം ലഭിക്കാത്ത ഒരാള് അത്തരം ഒരു ഭൂകമ്പത്തിൽ തകർന്നിട്ടുള്ള ഒരു വീടിനുള്ളിലേക്ക് പോവാനൊന്നും ശ്രമിക്കരുത് ആ ഒരു സമയത്ത്. പിന്നെ ഡു നോട്ട് ലൈറ്റ് എ മാച്ച് സ്റ്റിക്ക് ഇഫ് സ്റ്റക്ക് അണ്ടർ ദ ഡബ്രിഡ്സ്, കവർ യുവർ ഫേസ് വിത്ത് എ ക്ലോത്ത്. അതായത് നമ്മൾ തീപ്പെട്ടി ഉരസാനൊന്നും ശ്രമിക്കരുത്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗ്യാസ് ലീക്കേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തീപ്പെട്ടി ഉരസാണെങ്കിൽ അവിടെ അപകടത്തിന് സാധ്യത ഉണ്ട് അല്ലെ? അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തരുത്. പിന്നെ അതേപോലെ നമ്മുടെ മുഖമൊക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു തുണി കൊണ്ടൊക്കെ മറച്ചു വെക്കാൻ പറ്റുമെങ്കിൽ മറച്ചു വെക്കുക.